നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കോലഞ്ചേരിയിൽ അമ്മ പുഴയിലെറിഞ്ഞു കൊന്ന കുഞ്ഞിനെയോർത്ത് വിലപിക്കാത്ത മലയാളികളില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതോടെയാണ് ചെറിയച്ഛനാൽ 1.5 വർഷത്തോളം ആ കുഞ്ഞ് പീഡിപ്പിക്കപ്പെട്ടിരുന്നുവെന്ന വിവരം പുറംലോകം അറിയുന്നത്. കൊല്ലപ്പെടുന്നതിന്റെ അന്നുപോലും അയാൾ ആ കുരുന്നിനെ പീഡിപ്പിച്ചിരുന്നുവെന്ന് പോലീസിന് മുന്നിൽ സമ്മതിച്ചു. തുടക്കത്തിൽ കുട്ടിയുടെ മരണത്തെക്കുറിച്ച് വിലപിച്ച പ്രതിക്ക് മുന്നിൽ പോലീസ് തെളിവുകൾ നിരത്തിയതോടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അബദ്ധം പറ്റിയെന്നും പറഞ്ഞ് കുറ്റസമ്മതം നടത്തുകയായിരുന്നു. അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട, ഏറ്റവും വിശ്വസിച്ച ചെറിയച്ഛൻ തന്നെയായിരുന്നു കുരുന്ന ശരീരത്തെ കാമാസക്തിയോടെ സമീപിച്ചത്. അബദ്ധം പറ്റിയതാണെന്നായിരുന്നു സ്വന്തം ജ്യേഷ്ഠന്റെ 3.5 വയസ്സുള്ള കുഞ്ഞിനെ പീഡിപ്പിച്ചതിനെ കുറിച്ച് കുറ്റസമ്മതം നടത്തിയ പ്രതിയുടെ വാക്കുകൾ. അറസ്റ്റിലായ പ്രതിക്ക് കൂടുതലും സൗഹൃദം കൊച്ചുകുട്ടികളോടായിരുന്നു. പ്രദേശത്ത് പ്രതി കൂടുതലും കൂടെ കൊണ്ട് നടന്നതും കുട്ടികളെയാണ്. കുട്ടികൾക്ക് മധുരം വാങ്ങി നൽകലും കളിപ്പാട്ടങ്ങൾ നൽകലും ഒക്കെയാണ് ഇയാളുടെ പ്രധാന രീതി. ഇയാളൊരു പീഡോഫിലിക് ആണെന്ന് പോലീസ് കണ്ടെത്തിയതോടെ മറ്റു കുട്ടികളെ പ്രതി ദുരുപയോഗം ചെയ്തിട്ടുണ്ടോ എന്നതിലടക്കം പ്രാഥമിക അന്വേഷണം നടത്തുകയാണ് ഇപ്പോൾ പോലീസ്. കേസിൽ കുഞ്ഞിനെ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ പ്രതിയായ അമ്മയ്ക്ക് മാനസിക പ്രശ്നങ്ങളില്ലെന്നത് പോലീസ് വ്യക്തമാക്കുകയാണ്. കുഞ്ഞിനെ കൊലപ്പെടുത്താമെന്നത് പെട്ടെന്നുള്ള തീരുമാനമായിരുന്നുവെന്ന് അമ്മ പറയുന്നു. എന്നാൽ പീഡന വിവരം ഇവർ അറിഞ്ഞിരുന്നില്ല. ഭർത്താവിനോടും ഭർത്താവിന്റെ വീട്ടുകാരോടും കടുത്ത ദേഷ്യമുണ്ടായിരുന്നു. ദേഷ്യം തീർക്കാനായിരുന്നു കുട്ടിയെ കൊലപ്പെടുത്തിയതെന്നാണ് ഇവർ പറയുന്നത്. അമ്മയ്ക്ക് ആത്മവിശ്വാസക്കുറവുണ്ടെന്നതും മക്കളുടെ കാര്യം പോലും നോക്കാൻ പ്രാപ്തിക്കുറവുണ്ടായിരുന്നുവെന്നുമാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത്. കുട്ടിയുടെ ആയിക്ക് നേരെ സൈബർ ആക്രമണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. അതായത് കുട്ടിയുമായുള്ള ഇവരുടെ ബോണ്ടിങ് കുറവായിരുന്നു. അതുകൊണ്ടാണ് ഇത്തരത്തിൽ വീടിനുള്ളിൽ പീഡനം നേരിട്ടിട്ടും ആ കുട്ടിയുടെ പെരുമാറ്റത്തിൽ നിന്ന് അത് കണ്ടെത്താൻ കഴിയാത്തതെന്ന തരത്തിലൊക്കെയായിരുന്നു സൈബർ ആക്രമണം. എന്നാൽ അവർ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. കളിയും ചിരിയുമായി സജീവമായിരുന്നു കൊല്ലപ്പെട്ട 3.5 വയസ്സുകാരി. കുട്ടി മിടുക്കിയായിരുന്നുവെന്ന് അങ്കണവാടി ജീവനക്കാർ പറയുന്നു. ആരോടും വഴക്കിടില്ല, എല്ലാവരോടും സൗഹൃദമാണ്. കളിയും ചിരിയും നിറഞ്ഞു നിൽക്കും. ഉച്ചഭക്ഷണത്തിന് ശേഷം ഉറങ്ങും. പിന്നീട് അമ്മയെത്തി കൂട്ടിക്കൊണ്ടുപോകും. വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളതായി ആർക്കും അറിവില്ലായിരുന്നു. തങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്ന മാനസികാവസ്ഥ ആ അങ്കണവാടിയിലെ ജീവനക്കാരുടെ മുഖത്തൊക്കെ പ്രതിഫലിക്കുന്നുണ്ട്. 14 കുട്ടികളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ വെറും 13 പേർ. ഇന്ന് 3 പേർ മാത്രമേ വന്നിട്ടുള്ളൂ. സ്വന്തം കുഞ്ഞുങ്ങളെപ്പോലെയാണ് എല്ലാവരെയും നോക്കുന്നത്. കുട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നേരത്തെ അറിയുവാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് ഇപ്പോൾ ഓർക്കാറുണ്ട്. പറയുമ്പോഴൊക്കെ ആ ടീച്ചറുടെ വാക്കുകൾ ഇടറുന്നുണ്ട്. കുട്ടികൾ ഉറക്കം തൂങ്ങുകയോ മറ്റെന്തെങ്കിലും അസ്വസ്ഥത പ്രകടിപ്പിക്കുകയോ ഒക്കെ ചെയ്താൽ അപ്പോൾ തന്നെ മാതാപിതാക്കളെ അറിയിക്കാറുണ്ടെന്ന് ടീച്ചർ പറയുന്നു. സംഭവ ദിവസം പതിവ് പോലെ അമ്മ തന്നെയായിരുന്നു രാവിലെ കുട്ടിയെ കൊണ്ടുവിട്ടത്. വൈകിട്ട് 3:30 തിരിച്ചു കൊണ്ടുപോയതുമെന്ന് ടീച്ചർ പറയുന്നത്. അമ്മയുടെയോ കുട്ടിയുടെയോ പെരുമാറ്റത്തിൽ അസ്വാഭാവികതയൊന്നും കണ്ടിരുന്നില്ലെന്നും അവർ പറയുന്നു. അങ്കണവാടിയിൽ നിന്ന് 1/2 കിലോമീറ്ററോളം ദൂരമേ ഉണ്ടാകൂ കൊല്ലപ്പെട്ട കുട്ടിയുടെയും ബന്ധുക്കളുടെയും വീട്ടിലേക്ക്. വഴിയോരത്തായി തൊട്ടു നിർമ്മിച്ചിരിക്കുന്ന വീടുകളിലൊന്നിലാണ് കുട്ടിയും സഹോദരനും മാതാപിതാക്കളും താമസിച്ചിരുന്നത്. തമ്മിൽ തൊട്ടു നിൽക്കുന്ന അടുത്ത വീട്ടിൽ ബന്ധുക്കളും. 2 വീടുകൾക്കുമായി ഒറ്റമുറ്റം. അമ്മയുടെയും അച്ഛൻ്റെയും ബന്ധുക്കളുടെയും ഒക്കെ കൈപിടിച്ചു നടന്നാണ് എന്നും രാവിലെയും തിരിച്ചും ആ കുട്ടി അങ്കണവാടിയിലേക്ക് പോയിരുന്നത്. കുട്ടി എപ്പോഴും അങ്കണവാടിയിൽ സന്തോഷത്തോടെയാണ് പെരുമാറിയിരുന്നതെന്നാണ് അവർ പറയുന്നത്. വളരെ ആക്റ്റീവായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു ചൂഷണം വീട്ടിൽ നേരിട്ടതായി അവർക്ക് അറിയാൻ കഴിഞ്ഞിരുന്നില്ല എന്നാണ് പറയുന്നത്. ഇവിടെ ശ്രദ്ധേയമായ ചില സംശയങ്ങൾ ഉയരുന്നുണ്ട്. കൊച്ചിനെ മയങ്ങാൻ മരുന്ന് വല്ലതും കൊടുത്തോ എന്ന് അന്വേഷിക്കണം. കാരണം കൊച്ച് ഒരിക്കലും കൊച്ചച്ഛനെ പേടിച്ചിരുന്നില്ല. ഒരു അയൽക്കാരൻ പറയുന്നുണ്ട് കുഞ്ഞിനെ അമ്മയുടെ കൂടെ ഇടപഴകാൻ ആ കൊച്ചച്ഛൻ ശ്രമിച്ചിരുന്നില്ല എന്ന്. അമ്മയിൽ നിന്ന് അകറ്റി അമ്മയെ പേടിപ്പിക്കുന്ന രീതിയിലാക്കി. ചിലപ്പോൾ അമ്മയുമായി അടുത്തു കഴിഞ്ഞാൽ ഇക്കാര്യം പുറത്തു പറയുമെന്ന് കരുതിയാകണം കുഞ്ഞിനെ പരമാവധി അമ്മയിൽ നിന്ന് അകറ്റാൻ ശ്രമം നടത്തിയത്. ചിലർ ഇക്കാര്യത്തിൽ സോഷ്യൽ മീഡിയയിൽ പ്രതികരിക്കുന്നതൊക്കെ ഇങ്ങനെയാണ്. 2 കുട്ടികളെ മയക്കിക്കിടത്തി ഉപദ്രവിച്ചു. അത് അമ്മയാണ് ചെയ്തതെന്ന് കുട്ടികളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് അമ്മയോട് അടുക്കാത്ത രീതിയിലാക്കി കാണും. അമ്മ കുളിപ്പിച്ചാൽ അവന്റെ കള്ളത്തരം കണ്ടുപിടിക്കുമെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ അമ്മയെ മോശക്കാരിയാക്കി ചിത്രീകരിച്ചു. അവന്റെ തിരക്കഥ അനുസരിച്ച് എല്ലാവരും അമ്മയെ ആട്ടിപ്പായിച്ചു. അമ്മ നിസ്സഹായയാണ്. ഭർത്താവിന്റെ വീട്ടുകാരുടെ ക്രൂരതയ്ക്ക് മുൻപിൽ വിദ്യാഭ്യാസവും ജോലിയുമുള്ളവർക്ക് പോലും പിടിച്ചു നിൽക്കാൻ പാടാണ്. അപ്പോൾ ഈ നിസ്സഹായയായ അമ്മയുടെ കാര്യം പറയാനുണ്ടോ? വീട്ടുകാരുടെ ശ്രദ്ധയില്ലായ്മയിൽ നിന്നാണ് ഇത് സംഭവിച്ചത്. ആണായാലും പെണ്ണായാലും എപ്പോഴും നമ്മുടെ കണ്ണ് നമ്മുടെ മക്കളിൽ ഉണ്ടാകണം. അത് കഴിഞ്ഞു മതി ഈ ലോകത്ത് മറ്റെന്തും. ഇതൊക്കെ വരുത്തി വെച്ചതാണ്. 1-2 പ്രാവശ്യമല്ലല്ലോ സംഭവിച്ചത്. നിരന്തരം അങ്ങനെ സംഭവിച്ചുവെങ്കിൽ എത്ര കെയർലെസ് ആയിട്ടാണ് ഇവർ ഈ കുട്ടികളെ നോക്കിയത്. ഇത്രയും ചെറിയ കുട്ടികളെ എല്ലാ തരത്തിലും ശ്രദ്ധിക്കേണ്ട ഉത്തരവാദിത്തം അംഗനവാടി ടീച്ചർക്കുമുണ്ട്, സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചർമാർക്കുമുണ്ട്.
കാരണം രാവിലെ മുതൽ വൈകുന്നേരം വരെ കുട്ടികൾ വീട്ടിലുള്ളതിനേക്കാൾ കൂടുതൽ സ്കൂളിലും അംഗനവാടിയിലുമൊക്കെയാണ് ആ ചെറിയ കുട്ടികൾ ചിലവഴിക്കുന്നത്. ബാത്റൂമിൽ പോകുമ്പോൾ പോലും ആയ കൂടെ പോകുന്നത് കാണാം. അങ്ങനെയാണെങ്കിലും അവരെ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ആ കുഞ്ഞിനെ ഇത്തരത്തിൽ ചൂഷണം ചെയ്തവനെ നേരത്തെ നിയമത്തിന് മുന്നിൽ എത്തിക്കാമായിരുന്നു. ഇനി മുതൽ സ്ത്രീകളുടെ കൂടെ മാത്രം കുഞ്ഞുങ്ങളെ ഉറക്കുന്നതാ നല്ലത്. കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കാനും പരിചരിക്കാനും പറ്റാത്തവർ പ്രസവിക്കാതിരിക്കുക എന്നതടക്കമാണ് കമന്റുകൾ ഉയരുന്നത്. കുട്ടികളോട് എങ്ങനെ പെരുമാറുന്നു എന്നതിനേക്കാൾ ഒരു സമൂഹത്തിന്റെ ആത്മാവിനെ ആഴത്തിൽ വെളിപ്പെടുത്തുന്ന മറ്റൊന്നില്ല. യുഗപ്രഭാവനായ നെൽസൺ മണ്ടേലയുടെ വാക്കുകളാണിത്. എന്നാൽ കുട്ടികളോട് ക്രൂരവും നികൃഷ്ടവുമായി പെരുമാറുന്ന സമൂഹമാണ് ഇന്നത്തേതെന്ന് വ്യക്തമാക്കുന്ന വാർത്തകളാണ് അനുദിനം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. 2025 ലാൻസെറ്റ് നടത്തിയ പഠനപ്രകാരം ഒരാൾ 15 അതിന് താഴെയോ പ്രായത്തിലാണ് ആദ്യമായി ലൈംഗിക അതിക്രമത്തിന് ഇരയാകുന്നത്. 1990 മുതൽ 2023 വരെയുള്ള കാലയളവിലായി 204 രാജ്യങ്ങളുള്ള കുട്ടികൾക്കെതിരെ നടന്ന ലൈംഗിക അതിക്രമങ്ങളെ ആധാരമാക്കി നടത്തിയ പഠനത്തിനൊടുവിലാണ് ഈ ഒരു വിലയിരുത്തൽ. 2024 നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ഓരോ 15 മിനിറ്റിലും ഇന്ത്യയിൽ ഒരു കുഞ്ഞ് ലൈംഗിക അതിക്രമത്തിന് വിധേയരാകുന്നുണ്ട്. അതിൽ തന്നെയും 90% കുട്ടികളും അതിക്രമങ്ങൾക്ക് വിധേയരാകുന്നത് അവർക്ക് പരിചയമുള്ള ആളുകളിൽ നിന്ന് തന്നെയാണ്. അപരിചിതരിൽ നിന്ന് സംരക്ഷിക്കേണ്ടതിനെക്കുറിച്ചും പൊതുവിടത്തിൽ സുരക്ഷിതരാകേണ്ടതിനെക്കുറിച്ചും നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുന്നവർ ഏറ്റവും സുരക്ഷിതമെന്ന് കരുതുന്ന വീട്ടകങ്ങളെ വിസ്മരിക്കുകയാണ്. വയറുവേദനയ്ക്ക് ചികിത്സ തേടിയാണ് പത്തനംതിട്ട റാന്നി സ്വദേശിയായ 14-കാരി ആശുപത്രിയിലെത്തിയത്. പരിശോധനയ്ക്കൊടുവിൽ കണ്ടെത്തിയതാകട്ടെ ഗർഭിണിയാണെന്ന വിവരവും. ലാബ് ജീവനക്കാർ പോലീസിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് പ്രതി സ്വന്തം അച്ഛൻ തന്നെയാണെന്ന് കണ്ടെത്തിയത്. 8ാം ക്ലാസ്സുകാരിയായ മകൾ ഉറങ്ങിക്കിടക്കവെയാണ് അച്ഛൻ പീഡനത്തിനിരയാക്കിയത്. അച്ഛനൊപ്പം തന്നെയാണ് ഈ 8ാം ക്ലാസ്സുകാരിയും സഹോദരനും ഉറങ്ങിയത്. 2025 മാർച്ച് 1-നും 8-നും ഇടയിലുള്ള ദിവസങ്ങളിലൊന്നിലാണ് പെൺകുട്ടിയെ പീഡിപ്പിച്ചതെന്ന് അച്ഛൻ കുറ്റസമ്മതം നടത്തുകയും ചെയ്തു. കഴിഞ്ഞ ഒക്ടോബറിലാണ് തിരുവനന്തപുരത്ത് 5 വയസ്സുകാരിയായ ചെറുമകളെ പീഡിപ്പിച്ച കേസിൽ 62-കാരന് പ്രത്യേക പോക്സോ കോടതി വിവിധ വകുപ്പുകളിലായി 102 വർഷം തടവും 1,05,000 രൂപ പിഴയും ശിക്ഷിച്ചത്. കുട്ടിയുടെ അമ്മയുടെ പിതൃ സഹോദരനായിരുന്നു പ്രതി. കളിപ്പിക്കാനെത്തിയപ്പോഴാണ് അതിക്രമം കാട്ടിയത്. പ്രതിയുടെ ഭീഷണി ഭയന്ന് കുട്ടി ഇക്കാര്യം ആരോടും പറഞ്ഞിരുന്നില്ല. കൂട്ടുകാരോട് അപ്പൂപ്പൻ ചീത്തയാണെന്ന് പറയുന്നത് കേട്ട അമ്മൂമ്മ ഇതേക്കുറിച്ച് ചോദിച്ചപ്പോഴാണ് കാര്യങ്ങൾ അറിഞ്ഞതെന്നും പോലീസിൽ പരാതിപ്പെട്ടതെന്നും പറയുന്നു. കഴിഞ്ഞ ഒക്ടോബറിൽ തന്നെ മഞ്ചേരിയിൽ നിന്നും സമാനമായ വാർത്ത പുറത്തു വന്നിരുന്നു. അന്ന് 13-കാരിയായ സഹോദരിയെ പീഡിപ്പിച്ച ഗർഭിണിയാക്കിയ കേസിൽ 19-കാരന് 123 വർഷം കഠിന തടവും 7 ലക്ഷം രൂപ പിഴയുമാണ് മഞ്ചേരി സ്പെഷ്യൽ പോക്സോ കോടതി വിധിച്ചത്. വീട്ടിൽ വച്ച് പലതവണ പെൺകുട്ടിയെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കുകയും ഗർഭിണിയാക്കുകയുമായിരുന്നു. പക്ഷേ പിന്നീട് അതിജീവിതയടക്കം പ്രധാന സാക്ഷികളെയെല്ലാം കൂറുമാറിയത് കേസിന്റെ ഭാവി അനിശ്ചിതത്വത്തിലാക്കിയിരുന്നു. എന്നാൽ കുഞ്ഞിന് ജന്മം നൽകാൻ ആശുപത്രിയിൽ എത്തവേ ഡോക്ടറാണ് ഇക്കാര്യം പോലീസിൽ അറിയിച്ചത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.